പഴയ നിയമത്തിൽ ദൈവത്തെ അറിയുകയും ദൈവത്തെ സംബന്ധിച്ച് ഉപയോഗിക്കുകയും ചെയ്യുന്നൊരു പദപ്രയോഗമുണ്ട്. ആ പദപ്രയോഗം ഗോഡ് ഓഫ് എബ്രഹാം, ഐസക് ആൻഡ് ജേക്കബ്, അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവം എന്നുള്ളൊരു നാമകരണം ദൈവത്തിന് നാം കാണുന്നുണ്ട്. പഴയ നിയമത്തിൽ മാത്രമല്ല, പുതിയ നിയമത്തിൽ നാം അത് കാണുന്നുണ്ട്. ഏലിയാവ് പ്രാർത്ഥിക്കുമ്പോൾ ഈ പേരിൽ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്നുള്ള പേരിൽ പ്രാർത്ഥിക്കുന്നത് നാം കാണുന്നുണ്ട്. പഴയ നിയമത്തിൽ നിന്ന് ഉദ്ധരിച്ച് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ നാമത്തിൽ ദൈവത്തെ കുറിച്ച് പ്രസ്താവിക്കുന്നുണ്ട്. മോശയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോൾ നാം പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. മോശയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ട സമയത്ത് നാം ദൈവം തന്നെ പരിചയപ്പെടുത്തുന്ന ഒരു ഭാഗം നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. ആ നാമം നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. എങ്ങനെയാണ് ദൈവം തന്നെ പരിചയപ്പെടുത്തുന്നത്? ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി എന്റെ പിതാവിന്റെ ദൈവമാകുന്നു എന്നും ദൈവം ചെയ്തു. പ്രത്യക്ഷപ്പെടുമ്പോൾ ദൈവം മോശയോട് പറയുകയാണ്, ദൈവത്തെ അഖിലാണ്ടത്തിൻ്റെ ദൈവമായിട്ട്, സൃഷ്ടിയുടെ ദൈവമായിട്ട് ഒരുപാട് നിലയിൽ ദൈവത്തെക്കുറിച്ച് പറയുവാനായിട്ട് കഴിയും. ബട്ട് ഗോഡ് കംസ് ഡൗൺ ടു റിലേറ്റ് വിത്ത് മാൻ. മനുഷ്യൻ്റെ അടുത്തേക്ക് വന്ന് അവനോടുള്ള ബന്ധത്തിൽ ദൈവം പരിചയപ്പെടുത്തുകയാണ്. ഗോഡ് ഓഫ് എബ്രഹാം, ഐസക് ആൻഡ് ജേക്കബ്, അബ്രഹാമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം. ഈ 3 പേര്, അബ്രഹാം, ഇസഹാക്കും യാക്കോബും, ഇസ്രായേൽ ജാതിയുടെ പേട്രിയാർക്സ് ആണ്, അവരുടെ പിതാക്കന്മാരാണ്. ഈ 3 കൂടിയാണ് ഇസ്രായേൽ ജാതി ഉത്ഭൂതമായി തീർന്നത്. എന്നാൽ ഈ പേരുകൾക്ക് പഴയ നിയമത്തിൽ പരിമിതപ്പെടുന്ന ഒരു അർത്ഥവ്യാപ്തി മാത്രമല്ല ഇതിനുള്ളത്. പുതിയ നിയമത്തിലേക്കും കടന്നു വരുന്ന നിത്യമായിരിക്കുന്ന ഒരു അർത്ഥവ്യാപ്തി നാമത്തിനുണ്ട്. പുതിയ നിയമ ഇസ്രായേലായിരിക്കുന്ന ദൈവത്തിൻ്റെ സഭ, ആ സഭയ്ക്കും ഈ നാമകരണത്തിന് പ്രസക്തിയുണ്ട്. ഈ 3 പേര്, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നുള്ളത് ത്രിമാനമായിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയെ പ്രതിബിംബിക്കുന്നതാണ്. ദൈവത്തിൻ്റെ കൃപയുടെ 3 പ്രത്യേക നിലയിലുള്ള ഘടകങ്ങളെ നമുക്ക് ഈ നാമത്തിൽ കാണുവാനായിട്ട് കഴിയും. നാം അതിനെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. പുതിയ നിയമസഭയ്ക്ക് ഈ കൃപയുടെ, ത്രിമാനമായിരിക്കുന്ന കൃപയുടെ പിതൃത്വം എന്താണെന്നാണ് നാം ശ്രദ്ധിക്കുന്നത്. ആദ്യം അബ്രഹാമിനെ സംബന്ധിച്ച് നമുക്ക് ശ്രദ്ധിക്കാം. കൽദദേശിലെ ഊര് ചരിത്രത്തിൽ തന്നെ വ്യക്തമാണ്. ആ കാലഘട്ടത്തിലെ ഇന്ന് ന്യൂയോർക്ക് സിറ്റി പോലെയോ അല്ലെങ്കിൽ ഷിക്കാഗോ പോലെയോ ലണ്ടൻ പോലെയോ ഒക്കെ പറയാവുന്ന അന്നത്തെ പൗരാണികമായിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പട്ടണമായിരുന്നു. ആ ഊരിലായിരുന്നു ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടത്. അബ്രഹാം അവിടുത്തെ സെറ്റിലറായിരുന്നു. ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ട് തീരെ ഒരു സിമ്പിൾ കാര്യമല്ല പറയുന്നു. വാസ്തവത്തിൽ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത്. ആ നഗരത്തിൽ അതിൻ്റെ സൗകര്യങ്ങൾ, അതിൻ്റെ പരിഷ്കാരങ്ങൾ എല്ലാം കൂടി ചേർന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യനോട് പറയുകയാണ്, കം ഔട്ട്, നീ പുറത്തേക്ക് വരിക, ഗോഡ്, മുമ്പോട്ട് പോകുക. എവിടെയെന്ന് പറയുന്നില്ല. I'll tell you, reveal you at the right time. കൃത്യസമയത്ത് ഞാൻ നിന്നോട് പറഞ്ഞോളാം. ഡിഫിക്കൽട്ട് ഓർ ഈസി? എളുപ്പമാണോ ബുദ്ധിമുട്ടാണോ? If you want to serve God with easy things, I tell you, this is not for you. എളുപ്പമുള്ള കാര്യങ്ങളുമായിട്ട് ദൈവത്തെ സേവിക്കാനായിട്ടുള്ള ഒരു ഉദ്ദേശത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ, സുഖകരവും സൗകര്യപ്രദവുമായിരിക്കുന്ന എല്ലാം നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട്, റീറ്റെയിലായിട്ടല്ല ധാരാളമായിട്ട് തരുന്ന ഒരു ദൈവത്തെക്കുറിച്ചൊക്കെ കേട്ട്
ഓരോ ചോക്ലേറ്റ് അല്ല, തരുമ്പോഴൊക്കെ ഓരോ കിലോ എങ്കിലും കാണുമെന്നുള്ള നിലയിലൊക്കെ ഭാവനയിലാണെങ്കിൽ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഡിഫറെൻറ്റ്. ഈ മാർഗത്തെ കുറച്ചുകൂടെ തിരിച്ച് മനസ്സിലാക്കാനാണ്. എന്നും കണ്ട് മധുരമില്ലാത്തൊരു മാർഗമെന്ന് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞില്ല. ഏറ്റവും മധുരമുള്ളൊരു മാർഗം തന്നെയാണ് ഇത്. അത് മറ്റൊരു കാര്യം. പക്ഷേ അബ്രഹാമിനോട് പറഞ്ഞു, കം ഔട്ട് ടു എ പ്ലേസ് വെർ ഐ ആം ഗോയിങ് ടു ഷോ യു. ഞാൻ നിന്നെ കാണിപ്പാനുള്ള ദേശത്തേക്ക് നീ പോവുക എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കുക, ഈ കാര്യം അബ്രഹാമിനോട് പറയുമ്പോൾ ഇത് പെട്ടെന്നൊരു ദിവസം പറഞ്ഞതായിട്ട് നാം ചിന്തിക്കേണ്ടതായിട്ടില്ല. നിശ്ചയമായും പല ദിവസങ്ങളായിട്ട് അബ്രഹാം ഇതിന് ഒരുക്കപ്പെടുന്നുണ്ടായിരുന്നു തന്നെ വേണം നാം ചിന്തിക്കാൻ. വിഗ്രഹാരാധനകളുടെ നടുവിൽ, ബഹുദൈവങ്ങളുടെ നടുവിൽ, ദൈവമില്ലാത്ത സംസ്കാരത്തിന് നടുവിൽ, നാഗരികരുടെ നടുവിൽ, God wanted a man for himself to reveal his name and purpose. ഇതിൻ്റെ നടുവിൽ തന്നെ വെളിപ്പെടുത്തുവാനും തൻ്റെ ഉദ്ദേശങ്ങൾ വെളിപ്പെടുത്തുവാനും തനിക്കായിട്ടൊരു വ്യക്തിയെ ദൈവം സ്വീകരിക്കുകയായിരുന്നു. And definitely God worked with him for a long time to this appearance. ഈ ഒരു വെളിപ്പാടിന് വേണ്ടി അനേക നാളുകൾ ദൈവം അവനോടുകൂടി നിശ്ചയമായും അവനെ അതിന് ഒരുക്കിയിട്ടുണ്ടാവും. എളുപ്പമല്ലായിരുന്നു നേരത്തെ പറഞ്ഞ പോലെ ഈ സെറ്റിൽ ചെയ്തിരിക്കുന്ന ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുക എന്നുള്ളത്. 4 കാര്യങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. God had a plan for Abraham. അബ്രഹാമിന് വേണ്ടി ദൈവത്തിന് വലിയ പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതിക്കായിട്ട് അനേക നാളുകൾ അബ്രഹാമിനെ ദൈവം ഒരുക്കിക്കൊണ്ടിരുന്നു. ഏക സത്യ ദൈവത്തിനും അവൻ്റെ പദ്ധതികൾക്കും ഈ ദൈവത്തിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും ദൈവനെ ഒരുക്കിക്കൊണ്ടിരുന്നു. തക്ക സമയത്ത് ദൈവന് പ്രത്യക്ഷനായി. ഒടുവിൽ അപ്പോൾ വളരെ കഠിനമായിരിക്കുന്ന ഈ തിരഞ്ഞെടുപ്പിന് വേണ്ടി അബ്രഹാം ദൈവത്തെ നിശ്ചയമായും മുഴുവനായി ആശ്രയിച്ചു. ചിലർ പറയാറുണ്ട്, വിശ്വാസം എന്ന് പറയുന്ന ഒരു വലിയ റിസ്ക് ആണെന്ന് പറയാറുണ്ട്. അല്ല, റിസ്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? മിക്കവാറും ഒക്കും, ചിലപ്പോൾ പറ്റിയില്ലെന്നും വരാം. അതിനെ റിസ്ക് എന്ന് പറയുന്നത്. ഫെയ്ത്ത് ഈസ് നോട്ട് എ റിസ്ക്. അബ്രഹാം ഒരു റിസ്ക് എടുത്തു എന്ന് പറയുകയല്ല, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. അതൊരു റിസ്ക് അല്ല. ലോകത്തിലേക്കും ഏറ്റവും സുനിശ്ചിതമായിരിക്കുന്ന കാര്യം ദൈവത്തെ വിശ്വസിച്ച് കാൽച്ചുവടുകൾ വെക്കുക എന്നുള്ളതാണ്. അങ്ങനെ അബ്രഹാം പുറപ്പെട്ടു. നാം ഈ കാര്യത്തെ കാണുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ ഒരു ചിത്രം, ഒരു ചെറിയ ചിത്രം അബ്രഹാമിൽ കാണുവാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ സമഗ്രമായിരിക്കുന്ന പദ്ധതി, അതിനുവേണ്ടിയുള്ള കാൽവയ്പ്പുകൾ, തുടക്കങ്ങൾ മുൻപോട്ടാണെങ്കിലും അബ്രഹാമിലാണ് ഇസ്രായേൽ ജാതിയും തന്മൂലം ലോകത്തിന് വരുവാനായിട്ടുള്ള വീണ്ടെടുപ്പിൻ്റെയും ആ ദൈവിക സമഗ്ര പദ്ധതിയുടെ തുടക്കം അബ്രഹാമിലാണ്. God initiated his plan and purpose with Abraham. അബ്രഹാമിലാണ് ദൈവത്തിൻ്റെ ആ പദ്ധതിയെ ദൈവം പ്ലാൻ ചെയ്ത് തുടങ്ങിയത്. ഈ അബ്രഹാം തെളിയിക്കുന്നത് പിതാവായ ദൈവത്തിൻ്റെ ഒരു 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 ഇമേജാണ് അബ്രഹാമിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ദ പ്ലാൻസ്, പർപ്പസസ് ആൻഡ് ഇനിഷിയേഷൻ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ പദ്ധതികളും ദൈവത്തിൻ്റെ തുടക്കങ്ങളും. ഹല്ലേലൂയ. He saw us before the foundation of the world. ലോക സ്ഥാപനത്തിന് മുൻപേ അവൻ നമ്മെ അറിഞ്ഞുവെന്നാണ്. ഇതൊന്ന് ഇമാജിൻ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ല. ആൻഡ് ഹി പ്ലാൻ ഫോർ us. ദൈവം തൻ്റെ രക്ഷയെ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ നമ്മയെയും അതിൽ ഉൾപ്പെടുത്തി ദൈവം അതിന് പദ്ധതി ഒരുക്കി. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ജനനം തുടങ്ങി ദൈവത്തിൻ്റെ കണ്ണ് നമ്മുടെ മേലുണ്ടായിരുന്നു. And God was working with us even before we met Jesus. യേശുവിനെ കാണുന്നതിന് എത്രയോ മുമ്പ് ദൈവം നമ്മളോടുകൂടി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. തെറ്റിൽ പോയപ്പോഴും പല വഴിയിലേക്ക് പോയപ്പോഴും എപ്പോഴും God was somewhere knocking our heart and working with our heart. നമ്മുടെ ഹൃദയത്തിൽ മുട്ടുകയും പല നിലയിൽ നമ്മുടെ ഹൃദയത്തിൽ ദൈവികമായിരിക്കുന്ന ചിന്തകളും പ്രകാശങ്ങളും ആലോചനകളും ഒക്കെ നമ്മുടെ ഉള്ളിൽ തരുന്നുണ്ടായിരുന്നു. And at the right time, കൃത്യമായിട്ടുള്ള സമയത്ത് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം കേൾക്കുവാനും കൃത്യമായ സമയത്ത് നമ്മുടെ ഹൃദയം തുറക്കപ്പെടുവാനും ദൈവത്തിലേക്ക് തിരിയുവാനും ഈ കൃപയിൽ നമ്മുടെ ജീവിതം തുടങ്ങുവാനും വീണ്ടും ജനനം ലഭിക്കുവാനും നമ്മുടെ ക്രിസ്തു ജീവിതം ആരംഭിക്കുവാനും it is all of God. സകലത്തിനും കാരണഭൂതൻ ദൈവം. Father God
the begetter of our faith, നമ്മുടെ വിശ്വാസത്തിൻ്റെ ജനേതിയാവായിരിക്കുന്ന പിതാവായ ദൈവം, who planned for us, നമുക്ക് വേണ്ടി പദ്ധതി ഒരുക്കിയവൻ, and still working in us, നമ്മളിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നവൻ. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നുള്ളതും തിരുവുളമുണ്ടായിട്ട് ദൈവം അല്ലോ working in us, working in us, working in us. പ്രപഞ്ചത്തിന്റെ പ്രവൃത്തിയൊക്കെ കഴിഞ്ഞു. That's past. Everything God has done, it is planned and done. എല്ലാം നിവർത്തിച്ചു കഴിഞ്ഞു. But He is at work in me and you. നിന്നിലും എന്നിലും ദൈവം പ്രവർത്തിക്കുന്നവനാണ്. ഹല്ലേലൂയ. ഇവിടുന്നാണ് നാം ഇസഹാക്കിലേക്ക് വരുന്നത്. ഇസഹാക്ക് അബ്രഹാമിനെ പോലെ ഒന്നുമില്ലായ്മ തുടങ്ങിയ ഒരാളല്ല. He didn't start from എ ബ്ലാങ്ക്. എങ്ങോട്ടാ, എന്താ മനസ്സിലാകുന്നില്ലല്ലോ. അവ്യക്തയുടെ നടുവിൽ തുടങ്ങിയ ഒരാളല്ല. ഇസ്ഹാക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ എക്സ്പ്രഷൻ ഉണ്ട്, ബോൺ വിത്ത് എ സിൽവർ സ്പൂൺ. അതായത് അബ്രഹാമിൻ്റെ സമ്പത്തിലേക്കാണ് ഇസ്ഹാക്ക് ജനിക്കുന്നത്. ഇസ്ഹാക്ക് ചില പറയുന്നില്ലേ, നിനക്കറിയാമോ ഞാൻ എന്താ കഷ്ടപ്പെട്ട് അധ്വാനിച്ചായത് ഉണ്ടാക്കിയെന്ന് അറിയത്തില്ലേ. ഇസ്ഹാക്കിന് ഒരിക്കലും അത് പറയേണ്ട ആവശ്യമില്ല. എവറിത്തിങ് വാസ് ഇൻഹെറിറ്റഡ്. ഹി ആഡഡ് നത്തിങ്. ഒന്നും അവൻ്റെ അധ്വാനം കൊണ്ട് അതിനോട് കൂട്ടിച്ചേർത്തില്ല. മുഴുവൻ തനിക്ക് പിതൃസ്വത്തായിട്ട് കിട്ടിയതാണ്. അങ്ങനെയുള്ള ഇസ്ഹാക്ക്, അബ്രഹാം തനിക്കുള്ളതൊക്കെയും ഇസ്ഹാക്കിന് കൊടുത്തു എന്നും വായിക്കുന്നുണ്ട്. He was a privileged son. പ്രത്യേക പദവി, സാധാരണ മനുഷ്യർക്കില്ലാത്ത പ്രത്യേക പദവിയിൽ വളർന്നവരാണ്. ഒരല്ലലില്ലാതെ വളർന്നതാണ്. ഒന്നും അറിയണ്ട, എന്ത് ചെയ്യുമെന്ന് ഓർത്ത് വ്യാകുലപ്പെടേണ്ട. എന്ത് ചെയ്യും? ഡാഡി. അപ്പോൾ പിന്നെ എന്നെയും ഡാഡി. ഇങ്ങനെ കാര്യം വന്നാലോ ഡാഡി. എവറിത്തിങ് ഫാദർ, എല്ലാം പിതാവ്. പരിരക്ഷിക്കപ്പെട്ട്, സംരക്ഷിക്കപ്പെട്ട്, പരിപോഷിപ്പിക്കപ്പെട്ട്, പരിപാലിപ്പിക്കപ്പെട്ട്. ഇസ്മായിൽ പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ കാര്യത്തിന് പരിഹാരമായി. വീട്ടിൽ നിന്ന് ഇസ്മായിലിന് പോകേണ്ടി വന്നു. അമ്മയുടെ മരണം, അത് സംബന്ധിച്ചുള്ള കാര്യം, ശവസംസ്കാരം ഒന്നും ഇസ്ഹാക്കിന് അറിയണ്ട. ഭാര്യയുടെ കാര്യമോ? ഭാര്യയുടെ കാര്യവും തപ്പിപ്പിടിച്ചുകൊണ്ട് വരേണ്ട ആവശ്യമില്ല. അതും പിതാവ് കൊണ്ടുവന്നാണ്. എവറിത്തിങ് പ്രിവിലേജ് സൺ. ഈ ഇസ്ഹാക്ക് കാണിക്കുന്നത് എന്താണെന്നറിയാമോ? അവർ പ്രിവിലേജ്ഡ് ബർത്ത് ഇൻ ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിലുള്ള നമ്മുടെ അസാമാന്യമായിരിക്കുന്ന, അതുല്യമായിരിക്കുന്ന ആ സ്വർഗീയ പദവിയിലുള്ള ജനനം. അതുമാത്രമല്ല, യേശു ക്രിസ്തുവിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന പരിപാലനം, പരിരക്ഷ, സുരക്ഷിതത്വം, പദ്ധതികൾ, യേശു ക്രിസ്തുവിൽ നമുക്കുള്ള നിറവ്, യേശു ക്രിസ്തുവിൽ നമുക്കുള്ള ധനം. The richness of grace, the providential grace, the gratuitous grace, സൗജന്യമായിരിക്കുന്ന കൃപ, പരിപാലനത്തിൻ്റെ കൃപ, ധന്യമായിരിക്കുന്ന കൃപ, യേശു ക്രിസ്തുവിൽ നമുക്കുള്ള സമ്പത്താണ്. കൃപയുടെ സമ്പത്താണ് നാം വായിക്കുന്നത്. He lavished his grace upon us. തൻ്റെ കൃപ നമ്മുടെ മേൽ ധാരാളമായി ക്രിസ്തുയേശുവിൽ പകർന്നു. ആ സ്വത്തവകാശികളാണ് ഈ ഇരിക്കുന്നവരൊക്കെ. അത് മനസ്സിലാകുന്നവരുടെ മുഖത്തിന് മാത്രമേ കറുത്തവരാണേലും വെളുത്തിരിക്കും. ഹല്ലേലൂയ. അത് മനസ്സിലായില്ലെങ്കിൽ വെളുത്തവരാണെങ്കിലും കറുത്തിരിക്കും. Grace makes my face smile. കൃപയുടെ അറിവിന്റെ മുഖത്തെ പ്രകാശിപ്പിക്കുന്നതാണ്, പുഞ്ചിരിപ്പിക്കുന്നതാണ്. Knowing God and His work for me, His purposes for me. യേശു ക്രിസ്തുവിൽ എനിക്കുള്ള ധനം, എനിക്കുള്ള പദവി, തെരഞ്ഞെടുപ്പ്, കർത്താവിലുള്ള നിറവ്, എല്ലാം 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 makes me special and privileged. എന്നെ പ്രത്യേക. Praise the Lord. Hallelujah. ഈ നിലയിൽ ഇസ്ഹാക്ക് നമ്മളുടെ ക്രിസ്തുവേശുവിലുള്ള ഈ പദവിയുടെ പ്രതീകമാണ്.
എന്നാൽ ശ്രദ്ധിക്കുക, ഇസ്ഹാക്ക് ഇത്രയൊക്കെ ഒരു വലിയ ധനാഢ്യനായിരിക്കുന്ന മഹാനായിരിക്കുന്ന ഒരു പിതാവിൻ്റെ മകനായിട്ടും ഇത്രയും പരിപാലനവും സൗകര്യങ്ങളും എല്ലാവിധമായിരിക്കുന്ന ശ്രദ്ധയും അല്ലലില്ലാതെ വളർന്നിട്ടും ഇത്ര വലിയ ധനത്തിൻ്റെ ഉടമയായിട്ടും നാം ഇസ്ഹാക്കിനെ കാണുമ്പോൾ അവൻ വലിയ നിലയിലൊരു ആത്മീയ ഔന്നത്യത്തിൽ അവനെ കാണുന്നില്ല. ഒടുവിലേക്ക് പോകുമ്പം കൂടുതൽ ഈ ധനാഢ്യൻ വയസ്സനായി വന്നു എന്നല്ലാതെ തൻ്റെ സമ്പത്തും സൗകര്യങ്ങളും അനുഭവിച്ച് ഒരു മഹാനായ വ്യക്തിയായിട്ടുള്ള അന്തം നാം ഇസ്ഹാക്കിൽ കാണുന്നില്ല. നാം ശ്രദ്ധിച്ചാൽ അബ്രഹാമിനെ കുറിച്ച് അനേക ചാപ്റ്റേഴ്സ് ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട്. യാക്കോബിനെ കുറിച്ച് വളരെയധികം അവൻ്റെ ചരിത്രം വിശദമായി അവസാനം വരെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇസ്ഹാക്കിനെ കുറിച്ച് നമ്മൾ ഈ മനോരമയിലൊക്കെ ഉള്ളിൽ കാണത്തില്ലേ, ജനനം, മരണം, പിന്നെ മക്കള്, മരുമക്കള്, USA എന്ന്, ലണ്ടൻ എന്നും എന്നൊക്കെ പറയുന്ന ആലോചിച്ച് നോക്കി. ദൈവഭക്തന്മാരെ കുറിച്ച് ഒത്തിരി പറയാനും അറിയാനും ദൈവത്തിനുണ്ട്, ദൈവസഭയ്ക്കുണ്ട്. പക്ഷെങ്കിൽ ഈ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നിരിക്കുന്ന അനേകരെ സമയത്തോളം പറയാനൊന്നുമില്ല. ഇസ്ഹാക്കിനെ കുറിച്ച് പറഞ്ഞ അവരുടെ പിതാവിനെക്കുറിച്ചും മകനെക്കുറിച്ചും പറയുന്ന ദൈവപ്രത്യക്ഷത കാര്യമായിട്ടൊന്നുമില്ല. തൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ മുന്നേറ്റത്തെക്കുറിച്ച്, തൻ്റെ ചരിത്രത്തെക്കുറിച്ച് ശ്രദ്ധേയമായിരിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. വളരെ കുറച്ച് മാത്രമേ റെക്കോർഡ് ചെയ്യാനായിട്ടുള്ളൂ. അല്ലേ? രക്ഷിക്കപ്പെട്ട ദിവസം, സ്നാനപ്പെട്ട ദിവസം, പരിശുദ്ധാത്മാവ് പ്രാപിച്ചും, പിന്നെ 20 വർഷം സഭയിൽ പോയി. അപ്പോൾ സാക്ഷി പറയാൻ പറഞ്ഞാൽ ഇത് തന്നെ തിരിച്ചും മറിച്ചും പറയുക. പിന്നെ ചെല്ലങ്ങോട്ടൊന്നും വേളക്കൊഴുപ്പങ്ങോ ആക്കുമെന്ന് മാത്രം ചെന്നിരുന്നപ്പോൾ അങ്ങനെ പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഞാൻ വെളിച്ചം കണ്ടു. സി ഗോഡ്സ് പീപ്പിൾ ആർ പീപ്പിൾ ഓഫ് ഹിസ്റ്ററി ആൻഡ് മേക്കിംഗ് ഹിസ്റ്ററി. ചരിത്രമുള്ളവരും ചരിത്രം സൃഷ്ടിക്കുന്നവരുമാണ് ദൈവമക്കൾ. ഇസ്ഹാക്കിന് ഇങ്ങനെയുള്ളൊരു കാര്യമുണ്ടായിരുന്നില്ല. മുമ്പോട്ട് നോക്കുമ്പോൾ അത് കാണുവാനായിട്ട് കഴിയും. ഇസ്ഹാക്ക് സമയം കഴിയുന്തോറും അവൻ്റെ ആത്മീയമായിട്ടുള്ള പ്രകാശത്തിൻ്റെ പ്രത്യേകതകൾ കാണുന്നില്ല. സാധാരണ പല വീടുകളിലും ഉണ്ടല്ലോ, വിശ്വാസികളുടെ വീട്ടിലും ഉണ്ട്, ഈ സ്പെഷ്യൽ ചൈൽഡുണ്ട്, പ്രത്യേക താല്പര്യമുള്ള. ചില വീടുകളിൽ ചില അപ്പന്മാർക്ക് വലിയ പുത്രീവാത്സല്യമാണ്, ചില വീട്ടിലാണെങ്കിൽ ചില അമ്മമാർക്ക് വലിയ പുത്രവാത്സല്യമാണ്. ഇങ്ങനെയൊക്കെ. അല്ലെങ്കിൽ ചേട്ടനും അനിയനുമുണ്ടെങ്കിൽ ചേട്ടനോടോ അനിയനോടോ ഒരു പ്രത്യേക താല്പര്യം. ഇത് പല വീടുകളിലും ഉണ്ട്, ഇത് പാടില്ല കേട്ടോ. ഓക്കെ. അപ്പോൾ ഇസ്ഹാക്ക് അങ്ങനെയുള്ളൊരു സാധാരണ മനുഷ്യനായിരുന്നു. മൂത്ത ആളെ ആദ്യം വന്നപ്പോൾ തൊട്ട് പയ്യനെ ചുറ്റിപ്പറ്റിയ, രണ്ടാമത്തെ ആളിൽ അത്ര ശ്രദ്ധയില്ലാതെ. പിന്നെ ഈ എന്നാ പറയും, നല്ലൊരു ഭക്ഷണപ്രിയനായിരുന്നു. ഈ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുക എന്ന് പറയുന്നതും ഭക്ഷണപ്രിയനായിരിക്കുക എന്ന് പറയുന്ന രണ്ട് കാര്യമാണ്. ഈ ഭക്ഷണപ്രിയന്മാർക്ക് ആവശ്യമില്ലാത്ത അടുപ്പങ്ങളൊക്കെ ഉണ്ടാകും. ഈ ഒരു മകനോട് അവന് പ്രത്യേക താല്പര്യം ഒരു കാരണം വേട്ടയിറച്ചി കൊണ്ടിരുന്നവനായിരുന്നു. നോക്കണേ, അതൊക്കെ എവിടം വരെ ചെറിയ കാര്യങ്ങൾ എവിടം വരെ വലിയ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുമെന്നറിയാം. ഇസ്ഹാക്കിൻ്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ പോലും തൻ്റെ ടേസ്റ്റ്, അഭിരുചി അനുസരിച്ച് വയ്ക്കുക. വലിയ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്തെല്ലാം ബ്ലണ്ടറാണ്, അബദ്ധങ്ങളാണ് ഒടുവിൽ ചെയ്യാനിടയായത്. സമയം കഴിയുന്നോറും കാഴ്ച നഷ്ടപ്പെട്ടു, വിവേകവും വിവേചനവും നഷ്ടപ്പെട്ടു. ഒരു ക്ലൈമാക്സ് ഡെത്തല്ല, എന്നാൽ ആളൊരു നല്ലവനായിരുന്നു കേട്ടോ, കുഴപ്പക്കാരനെ കബളിപ്പിക്കുന്നില്ല. ഹി വാസ് എ ഗുഡ് പേഴ്സൺ. ഇസ്ഹാക്ക് ഒരു നല്ല മനുഷ്യനായിരുന്നു. ഈ ബന്ധത്തിലൊരു കാര്യം കൂടെ ഉറപ്പ്, ഈ നമ്മൾ വേർപ്പിച്ചിരിക്കുന്ന ആത്മീയരെന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യൻ, പാവം നല്ല മനുഷ്യൻ, ആത്മീയൻ അല്ലല്ല, അത് തെറ്റിദ്ധാരണയാണ് കേട്ടോ. ഈ നല്ല മനുഷ്യരല്ല, ആത്മീയരല്ല എന്നുകൂടി നാം ഓർക്കണം. വിവേചനമില്ല, വിവേകമില്ല, ഭാവിയെക്കുറിച്ച് ഒന്നും കാണാൻ കഴിയുന്നില്ല. ലൈഫ് ഈസ് എ കൺഫ്യൂഷൻ, ജീവിതം ഒരു അവ്യക്തത, ആശയക്കുഴപ്പം. ഇതായിരുന്നു ഇസ്ഹാക്കിൻ്റെ കാര്യം. ശ്രദ്ധിക്കുക,
സ്വർഗീയമായിരിക്കുന്നൊരു ജനനം, പിതാവിനോടുള്ള ബന്ധം, ദൈവിക കാര്യങ്ങളിലുള്ള ഉൾക്കാഴ്ചയുടെ തുടക്കം, ആരംഭം, ഒരു വലിയ പിതാവ് നമുക്ക് ഉണ്ടായിരുന്നിട്ടും യേശുക്രിസ്തുവിലെ മഹനീയമായിരിക്കുന്ന അനുഭവങ്ങളും കൃപയുടെ പങ്കാളിത്തവും ദൈവവചനവും നമുക്ക് കർത്താവ് ലഭിച്ചിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങളുടെ നിറവും എല്ലാം ഉണ്ടായിരുന്നിട്ടും a great father and a rich son, ഒരു വലിയ പിതാവും സമ്പന്നനായിരിക്കുന്ന ഒരു പുത്രനും, ഇത് രണ്ടും ഉണ്ടെങ്കിലും ഗുണം ചെയ്യണമെന്നില്ല. You can be a program Christian, a doctrinal Christian, an activity Christian. ഏതെങ്കിലും ഒരു കാര്യം ക്രിസ്തീയമായിട്ട് എവിടെയെങ്കിലുമൊക്കെ പങ്കെടുത്ത് ഞാനും ഇതിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് കുറേ നാൾ പോകാം എന്നല്ലാതെ ദൈവികമായിരിക്കുന്ന വിളിയുടെയും പദ്ധതിയുടെയും ഉദ്ദേശങ്ങളുടെയും അകത്തേക്ക് കയറി to be a Christian who is accomplishing, fulfilling God's plan, ദൈവത്തിൻ്റെ പദ്ധതികളെ നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവമകനായി വളരണമെന്ന നിർബന്ധമില്ല. അതല്ലേ നാം സാർവത്രികമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങൾ കഴിഞ്ഞും ജഡീകർ, ശിശുക്കൾ, അപക്വതയുള്ളവർ, മുടന്തിയുള്ള ജീവിതം, ആർക്കും സ്വാധീനിക്കാം, ഏത് ഉപദേശം കൊണ്ടും കളിപ്പിക്കാം, സ്വഭാവം രൂപീകരിക്കപ്പെട്ടിട്ടില്ല, രൂപാന്തരത്തിലേക്ക് വരുന്നില്ല, ദൈവിക വഴികളെക്കുറിച്ചുള്ള കാഴ്ച ഉണ്ടാകുന്നില്ല, പദ്ധതിയെക്കുറിച്ചുള്ള അറിവുണ്ടാകുന്നില്ല. ഇത്ര വലിയ പിതാവ്, ഇത്ര വലിയ രക്ഷ, പുത്രനായ യേശുക്രിസ്തുവിനുള്ള സമ്പത്തും നിറവും. ബട്ട് മാൻ, ചില പറയത്തില്ലേ, എന്നെ ആരും നോക്കരുത്, ഞങ്ങളുടെ പാസ്റ്റ് എടുത്ത് കൊണ്ടുപോകാന്ന് പറയത്തില്ല. എൻ്റെ പാസ്റ്റക്ക് എന്നാ വേറെ ഏതാണ്ട് പുതുക്കം വല്ലതും ഉണ്ടോ? നിങ്ങളറിയാത്ത വേറെ എന്തെങ്കിലും നിങ്ങളുടെ പാസ്റ്റക്ക് കിട്ടിയിട്ടുണ്ടോ? No, no, no. As a pastor, he is a child of this great father, and the pastor is partaking of this great wealth. അദ്ദേഹം ഈ പിതാവിന്റെ മകനായിരിക്കുന്നതുകൊണ്ടും ഈ കൃപയുടെ ധനത്തിന്റെ പങ്കാളിയായിരിക്കുന്ന പോലെയും തന്നെ you are very same in this inheritance. ഈ ഒരു അവകാശത്തിൽ നിങ്ങൾ ഔവണ്ണം തന്നെ അതിന്റെ ഭാഗവാക്കാണ്. It's not enough to have a father in heaven and the riches in Christ. പിതാവായ ദൈവം യേശുക്രിസ്തുവിലെ ധനവും അതിനപ്പുറത്ത് കൃപയുടെ ഒരു മൂന്നാമത്തെ ഘടകം കൂടി ഞാൻ നിങ്ങളെ കൊണ്ടുവരികയാണ്. അതിലേക്ക് ഞാൻ വരുന്നതിനൊരു പശ്ചാത്തലം കൂടി പറയാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ സെൽഫ്, നമ്മുടെ സ്വയം, നമ്മുടെ അഹം, ഇത് സംബന്ധിച്ച് നമുക്കൊരു അറിവ് ആവശ്യമാണ്. നമുക്കെല്ലാവർക്കും നമ്മുടെ അടുത്തുള്ള ആളെ, അയൽവക്കക്കാരനെ, സഭയിലുള്ള സഹോദരനെ വളരെ കൂടുതൽ അറിയാമല്ലോ. നമ്മൾ അറിയാതിരിക്കുന്ന ആരെക്കുറിച്ചാണ്? അവരവരെക്കുറിച്ചാണ്. ഒരു അറിവ് വളരെ ആവശ്യമാണ്. കുട്ടികൾ നമുക്ക് തുടങ്ങിയാൽ അവർ വളരെ ഇന്നസെൻ്റ്. ഞാൻ പല പ്രഭാവത്തിൽ ഈ കുട്ടികളോട് നമുക്ക് ഇത്ര അങ്ങോട്ട് സ്നേഹം, അടുപ്പം വരുന്നതിൻ്റെ കാരണം എന്താണ്? പ്രധാനമായ ആ നിഷ്കളങ്കതയാണ്. പക്ഷേ കുട്ടികൾ നിഷ്കളങ്കത മാത്രമല്ല, നിഷ്കളങ്കതയുടെ ഒരു ആവരണം മാറ്റിക്കഴിഞ്ഞാൽ ചിലർ പറയത്തില്ലേ, അവൻ 2.5 വയസ്സുള്ളിലും അത്ര മോശക്കാരനൊന്നുമല്ല എന്ന് പറയത്തില്ലേ. കുട്ടികൾക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് ഇഷ്ടവും അനിഷ്ടവുമുണ്ട്. ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് കുട്ടി ഹീസ് ഓൾവേസ് ആഫ്റ്റർ ദാറ്റ്. അനിഷ്ടമുള്ള കാര്യങ്ങൾക്ക് അമ്മമാർ കുഞ്ഞിനെ കഴിപ്പിക്കാൻ നടക്കാറില്ലേ? അല്ലെങ്കിൽ കുട്ടിക്ക് അനിഷ്ടമുള്ള കാര്യത്തിൽ വിസമ്മതം. വളരെ ഇൻഡിപെൻഡൻ്റ് ആണ് കുട്ടി. അതായത് സ്വതന്ത്രം, സ്വയാശ്രയം. കുഞ്ഞ് ചെയ്യുന്നൊരു കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യാവുന്നവരെ വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. ഇൻസിസ്റ്റ്
ഇൻഡിപെൻഡൻ്റ് ആണ്, വളരെ ഐഡൻറ്റിറ്റി ആൻഡ് റെക്കഗ്നിഷൻ, ഈ വ്യക്തിബോധം വളരെ കുഞ്ഞാണേലുമുണ്ട്. അഭിനന്ദിക്കുന്നതും ഉത്സാഹം കൊടുക്കുന്നതൊക്കെ കുഞ്ഞിന് വളരെ അങ്ങ് സന്തോഷിക്കും. മോനാ ഇത് ചെയ്തതല്ലേ, ഞാനാ ചെയ്തത്. അതേസമയം മുഖം നഷ്ടപ്പെട്ടാൽ കുഞ്ഞിന് വിഷമാവും. കൊച്ചു താഴെ വീണാൽ ആദ്യം നോക്കുന്ന ആരെങ്കിലും കണ്ടോന്നാ. താഴെ വീഴുന്നതിനല്ല കുട്ടി കരയുന്നു, വേറൊരാളെ കണ്ട് മുഖം നഷ്ടപ്പെട്ടതിനായി കരയുന്നു. ഇതുപോലെയുള്ള ആക്സെപ്റ്റൻസ് നീഡ്, പൊസസീവ്നെസ്. കുട്ടിയുടെ കയ്യിലുള്ള ഒരു സാധനം, കുട്ടിക്ക് ആരോഗ്യമുണ്ടോ എന്ന് അറിയണമെങ്കിൽ സ്വന്തം ഒരു സാധനം ഒന്ന് വാങ്ങിച്ച് ഒന്ന് തിരിച്ചെടുക്കാൻ നോക്കണം. പൊസസീവ്, ജനിക്കുമ്പോൾ തന്നെ ഇങ്ങനെയാണല്ലോ കൈയിരിക്കുന്നത്. പൊസസീവ്നെസ്. സ്റ്റബേൺ, വളരെ നിർബന്ധമുണ്ട്. പിടിച്ചാൽ കിട്ടിയേ അടങ്ങുള്ളൂ. ഞാനിങ്ങനെ കേട്ടൊരു കുറ്റു കരയുന്ന കാര്യം, കതവ് തുറക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞതാ. ഒടുവിൽ കരച്ച് കേട്ട ഒടുവിൽ കതവ് തുറന്നു കൊടുത്തപ്പോൾ കൊച്ചു കരച്ചിൽ നിർത്തുന്നില്ല. എന്താ കൊച്ചിൻ്റെ വിഷയം? ഇന്നലെ തുറക്കണം. അങ്ങനെയൊക്കെ പറയാറില്ലേ? ഈ കുട്ടികളെക്കുറിച്ച് പറയുമ്പം ഇത് കേട്ടിരിക്കാൻ വളരെ രസമാണെങ്കിലും ഇത് പ്രായമുള്ള കുട്ടികളെക്കുറിച്ചും 40 വയസ്സ് കഴിഞ്ഞവരെക്കുറിച്ചും 60 വയസ്സ് കഴിഞ്ഞ കുട്ടികളെക്കുറിച്ചും ഇതൊക്കെ വളരെ സത്യമാണ്. ദ ചൈൽഡ് ഈസ് എ മിറർ ഓഫ് എൻ അഡൾട്ട്. പ്രായപൂർത്തിയായവരുടെ ഒരു കണ്ണാടി മാത്രമാണ് ഈ കുട്ടി എന്ന് പറയുന്നത്. ചൈൽഡ് ഈസ് എ ഫാദർ ഓഫ് മാൻ. കുട്ടി നാളത്തെ പിതാവാണ്, നാളത്തെ മാതാവാണ്. കുട്ടിയിൽ കാണുന്ന കാര്യങ്ങളെല്ലാം പ്രത്യേക രീതിയിൽ പൊതിഞ്ഞ് പോളിഷ് ചെയ്ത് നമ്മുടെ കയ്യിലൊക്കെ ഇരിക്കാറുണ്ട്. പക്ഷെ കുട്ടിക്ക് മറയ്ക്കാൻ അറിയത്തില്ല, നമുക്ക് കുറച്ചുകൂടി കവറപ്പ് ചെയ്യാനായിട്ട് അറിയാം. ഇതേ ഉള്ള വ്യത്യാസം. എന്ന് മാത്രമല്ല, ടു മച്ച് റീഇൻഫോഴ്സ്, കാലങ്ങൾ കൊണ്ട് ഈ പ്രവണതകൾ, പൊസസീവ്നെസ്, മുറുകെ പിടിക്കുവാനുള്ളത്, റെക്കഗ്നിഷൻ, അംഗീകാരം, സ്റ്റബൺനെസ്, നിർബന്ധ ബുദ്ധി, ഇൻഡിപെൻഡൻസ്, സ്വയാശ്രയത്വം, ലൈക്സ് ആൻഡ് ഡിസ്ലൈക്ക്. ഞാൻ സാധാരണ ഓർക്കാറുണ്ട്, കുട്ടികളെ കുറച്ചെങ്കിലും വേറെ കാര്യം പറഞ്ഞൊന്ന് മാറ്റാൻ കഴിയും. പ്രായമുള്ളവരെ സംബന്ധിച്ചോളം ദേ ആർ എ ബണ്ടിൽ ഓഫ് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. അവർ ആകമാനം ഇഷ്ടാനിഷ്ടങ്ങളുടെ ഒരു ബണ്ടിലാണ്, ഒരു കൂനയാണ്. പ്രത്യേകിച്ച് കാലങ്ങൾ കഴിഞ്ഞ് ജീവിതത്തിൻ്റെ പല അവസരങ്ങൾ കൂടി യാത്ര ചെയ്ത സംഭവങ്ങൾ, ജീവിതത്തിൻ്റെ പല പ്രതിസന്ധികൾ കൂടിയൊക്കെ അവർ യാത്ര ചെയ്ത് വരുമ്പോൾ പിന്നെയും അവരിൽ ഇങ്ങനെയുള്ള അനേക പ്രവണതകൾ കൂടുതൽ റീഎൻഫോഴ്സ്ഡ് ആകുകയാണ്, രൂഢമൂലമായി തീരുകയാണ്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പ്രത്യേക ഡിസ്പൊസിഷൻ, പ്രത്യേക രീതികൾ, സമീപന രീതികൾ, വ്യക്തിപരമായിട്ടുള്ള ഉന്മുഖത. ചിലരെ വേഗം പറഞ്ഞ് ബോധ്യപ്പെടുത്താം, സ്വാധീനിക്കാം. ചിലരെ ഒരു വിധത്തിലും ബോധ്യപ്പെടുത്തുവാനോ സാധിക്കുവാനോ കഴിയില്ല. ചിലർ ഇനിഷ്യേറ്റീവ് ഉള്ളവരാണ്, മുൻകൈ എടുക്കാൻ കഴിയുന്നവരാണ്. ചിലരെ സമയത്തോളം ഫോളോവേഴ്സാണ്, പിന്നെ പോകുന്നവരാണ്. ചിലർ വീട്ടിലിരിക്കാൻ എപ്പോഴും ആഗ്രഹിക്കുന്നവരാണ്. ഒരാമ ഒരു ഷെല്ലിനകത്ത്, ഏതെങ്കിലും ഒരു ഷെല്ലിനകത്ത് ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ദേ ലവ് ടു ബി ഇൻ ദ ഹോം. മറ്റു ചില സമയത്തോളം ഫീൽഡ് പേഴ്സൺസ് ആണ്, എപ്പോഴും പുറത്ത് സഞ്ചരിക്കാനും കാണുവാനും ആളുകളെ ഇടപെടുവാനും കഴിയുന്നവരാണ്. വ്യത്യസ്തമായിരിക്കുന്ന സ്വഭാവങ്ങൾ, പ്രകൃതങ്ങളുള്ളവരാണ് നാം. ചിലർ ഇൻട്രോവേർട്സ് ആണ്, ചിലർ എക്സ്ട്രോവേർട്സ് ആണ്, തുറന്നിടുന്നവരാണ്. ചിലർ അന്തർമുഖരാണ്. ചിലർ വളരെ എനർജറ്റിക്കാണ്, ഊർജ്ജസ്വലരാണ്. ചിലർ കുറച്ചുകൂടി ലതാർജിക്കാണ്, മെല്ലെപ്പോക്കുകാരാണ്. ഇങ്ങനെ എന്തെല്ലാം വ്യത്യാസങ്ങൾ വ്യക്തികൾ തമ്മിലുണ്ട്. പക്ഷേ ഈ വ്യത്യാസങ്ങളൊന്നും അതിൽ തന്നെ കുഴപ്പമില്ല എന്ന് നാം ധരിച്ചു പോകരുത്.
വൈയക്തികമായി നമ്മുടെ സ്വയത്തിൽ, നമ്മുടെ അഹത്തിൽ ഉള്ള ഈ പ്രവണതകൾ നാം വിചാരിക്കുന്നതിൽ കൂടുതൽ വളരെ റിജിഡാണ്, ദൃഢമാണ്. We are very set persons. പ്രത്യേക നിലയിൽ രൂപകൽപ്പന ചെയ്യപ്പെട്ടവരാണ്. നമ്മളൊരു വ്യക്തിയെക്കുറിച്ച് ഓർക്കുമ്പം ആ വ്യക്തിയുടെ മുഖം മാത്രമല്ല, ഒന്നുകൂടെ ചിന്തിച്ചാൽ പ്രകൃതം തന്നെ വരികയാണ്. ഇന്നലെ അങ്ങനെ ഇന്നിങ്ങനെയെന്നല്ല. ദിസ് ഈസ് എ കൈൻഡ് ഓഫ് പേഴ്സൺ, സെറ്റ് നേച്ചർ, പ്രത്യേക നിലയിൽ രൂപീകൃതമായിരിക്കുന്ന ഒരു പ്രകൃതമുള്ളവരാണ് നാം. ഇനിയും ശ്രദ്ധിക്കുക, നാം കർത്താവിലേക്ക് വന്നു കഴിഞ്ഞ് നമ്മുടെ ക്രിസ്ത്യ ജീവിതം അതിഗൗരവത്തോടെ നാം സ്വീകരിക്കുന്നവരാണെങ്കിൽ നമ്മുടെ മുമ്പിൽ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം പാപം എന്നുള്ളതായിരിക്കും. ഹൃദയപൂർവ്വം കർത്താവിനെ അനുഗമിക്കുന്നവർ ആദ്യം കൈകാര്യം ചെയ്ത് തുടങ്ങുന്നത് പാപത്തെ തന്നെയാണ്. പാപം ഗൗരവമുള്ളതായി തീരുകയും വിഷയമായി തീരുകയും പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ദൈവമക്കൾക്ക്, പാപം ചെയ്യുന്നതിൽ നിന്നുള്ള വിമുക്തി, ദ കമ്മീഷൻ ഓഫ് സിൻ. നിങ്ങൾ എത്രമാത്രം ഗൗരവതരമായിരിക്കുന്ന ഒരു വിശ്വാസിയാണെന്നുള്ള തെളിവ് എത്രമാത്രം പാപം ചെയ്യുന്നതിൽ നിങ്ങൾ സ്വതന്ത്രരായി തീർന്നിട്ടുണ്ടെന്നുള്ളതാണ്. സോൺ ചിലരെങ്കിലും ആ സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ടുള്ളവരാണ്. ആ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ദൈവമക്കൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം വിശ്വാസ ജീവിതത്തിലെ അടിസ്ഥാനപരമായി നമുക്ക് ലഭ്യമായി തീരേണ്ട തലമാണത്. സ്നാനപ്പെടുമ്പോൾ നമ്മൾ പറയുന്ന കാര്യം അതാണ്, നോ മോർ സിൻ. പാപസമ്മതമായ മരിച്ചവരായ നാം അതിൽ ജീവിക്കുന്നത് എങ്ങനെ? നോ, നെവർ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആ വിഷയം അങ്ങോട്ട് കടന്നങ്ങോട്ട് കഴിയുമ്പം നാം വിചാരിച്ച പാപമാണ് ഏറ്റവും ഗൗരവമുള്ളൊരു കാര്യമെന്ന്. എന്നാൽ ആ ഒരു പടി അങ്ങോട്ട് കടന്നു കഴിയുമ്പോൾ നാം പെട്ടെന്ന് മറ്റു ചില കാര്യങ്ങളെ അഭിമുഖീകരിക്കുവാനായിട്ട് തുടങ്ങും. എന്താ അത്? ജീവിതത്തിൻ്റെ വ്യത്യസ്തമായിരിക്കുന്ന സാഹചര്യങ്ങളിൽ വരുമ്പോൾ വി ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു കോപ്പ് വിത്ത് ഇറ്റ്. ആ സാഹചര്യങ്ങളുമായിട്ട് ചേർന്ന് പോകുവാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഞാനൊരിക്കൽ ഒരു യങ് കപ്പിളിനോട് അവരുടെ വിവാഹം കഴിഞ്ഞ് അവരോട് സംസാരിക്കുന്ന സമയത്ത് അവരോട് ഞാൻ പറഞ്ഞു, വിവാഹത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുകയായിരുന്നു. ഒരു വിവാഹ സംബന്ധിച്ചുള്ള കോൺഫറൻസ് കഴിഞ്ഞുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞതേ ഉള്ളൂ. അല്പസമയം ഇവരോട് സംസാരിക്കാൻ നേരം എന്നോട് പറഞ്ഞു, അങ്കിൾ, ഈ വിവാഹം ഇത്ര കഠിനമുള്ളൊരു കാര്യമാണ്, അത് ഇതുവരെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ലല്ലോ. മനസ്സിലാകണം, 2 മാസം കഴിയണം, ചിലപ്പോൾ അത്രയും തന്നെ വേണ്ടി വരത്തില്ല. ഓക്കെ, എന്താ ഈ വിവാഹത്തിലെ പ്രശ്നം എന്ന് പറയുന്നത്? 2 പേരും പുഞ്ചിരിക്കുന്ന, 2 പേരും ഗുഡ് എൻട്രി സർട്ടിഫിക്കറ്റ് കിട്ടിയ, ആരും അങ്ങനെ മോശക്കാരൊന്നും അല്ലല്ലോ. ആലോചിച്ച സമയത്ത് പാസും സഭക്കാരും വീട്ടുകാരും നാട്ടുകാരും പറഞ്ഞില്ലേ ഇതുപോലൊരു പയ്യനെ കിട്ടത്തില്ലെന്ന്. അതുപോലെ തന്നെയല്ലയോ ഈ വധുവിൻ്റെ കൂട്ടരും പറഞ്ഞ്, ജെം ഓഫ് എ പേഴ്സൺ, ഇത്ര നല്ലൊരു കുട്ടിയെ ഒരിടത്തൊന്നും കിട്ടാൻ പറ്റത്തില്ല. ഇത്ര ബെസ്റ്റായിട്ടുള്ള ആളുകൾ വന്നു കഴിഞ്ഞ് എന്താ 2 മാസം കഴിയുന്നുണ്ട്, ഈ പ്രശ്നത്തിൻ്റെ കാര്യം എന്താ? ഓഫീസിലെ പ്രശ്നത്തിൻ്റെ കാര്യം എന്താണ്? വീട്ടിലെ പ്രശ്നത്തിൻ്റെ കാര്യം എന്താണ്? സമൂഹത്തിലെ പ്രശ്നത്തിൻ്റെ കാര്യം എന്താണ്? പല കാര്യങ്ങൾ അതിനോട് ചേർന്ന് നമുക്ക് പറയാനുണ്ടായിരിക്കും. പക്ഷെ വളരെ അടിസ്ഥാനപരമായിരിക്കുന്നൊരു പ്രശ്നം ഞാൻ നിങ്ങളോട് പറയുകയാണ്. We are so set in our nature, in our attitude, in our makeup. നമ്മുടെ പ്രകൃതത്തിലും മനോഭാവത്തിലും ഘടനയിലും വളരെ ദൃഢമായി ഫോം ചെയ്യപ്പെട്ടവരാണ്. നമുക്ക് വഴക്കം വലിയ പാടാണ്. നിങ്ങൾ ഓർത്തിട്ടുണ്ടോ, ഇന്ന് 1/2 മണിക്കൂർ കഴിഞ്ഞ് പോയാൽ മതി എന്ന് ബോസ് പറയുമ്പം ആളുകൾക്ക് ഇതുപോലൊരു സങ്കടം വരാനായിട്ടുള്ള കാര്യം ഈ 1/2 മണിക്കൂറിൻ്റെ ദൈർഘ്യത്തിൻ്റെ പ്രശ്നമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? പോകുന്ന വഴിക്ക് റോഡ് ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ അല്ലാതെ കൂടുതൽ സമയം താമസിക്കണ്ടേ? എന്താ നമ്മുടെ പ്രശ്നം? ഇനി 1/2 മണിക്കൂറാണോ പ്രശ്നം?
5 മിനിറ്റ് ലേറ്റായി കഴിയുമ്പം സമയത്ത് വരണമെന്ന് പറഞ്ഞാൽ നമുക്കുള്ളൊരു പ്രശ്നം എന്താണ്? വൈ? വേറൊരാൾക്ക് നമ്മളൊരു കാര്യം പറഞ്ഞു തരാൻ കഴിയാത്തതും നമുക്കത് കേൾക്കാൻ കഴിയാത്തതുമായിട്ടുള്ള പ്രശ്നം എന്താണ്? വി ആർ സോ സെറ്റ്. നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ഉള്ളിൽ ഒരു പ്രതാപവാനുണ്ട്. ദ ഗ്രേറ്റ് ഐ, ഞാനെന്ന് പറയുന്നൊരു മഹാനുണ്ട്. ചില പറയത്തില്ലേ, എന്നാ വേണേ ചെയ്യാം, പക്ഷേ ഈ പറഞ്ഞവരുടെ കൂടെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നത്, ഒറ്റയ്ക്ക് ഞാൻ അവരെല്ലാം കൂടെ ചെയ്യുന്നത് ചെയ്തോളാം. ലേറ്റ് ആയിട്ട് ഓവർ ടൈം കൊണ്ടാണെങ്കിലും ചെയ്തോളാം, ബട്ട് ഐ കനോട്ട് വർക്ക് വിത്ത് ദിസ്. ഇവരോട് എനിക്ക് പറ്റത്തില്ല. ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിം വർക്ക്, ഒരുമിച്ചുള്ളൊരു ഘടനയിൽ ഒരുമിച്ച് പോകാനായിട്ട് കഴിയുക, അധികാരങ്ങൾക്ക് കീഴ്പ്പെടാൻ കഴിയാതിരിക്കുക, സൗഹാർദ്ദത്തിൽ ഒരുമിച്ച് പോകാൻ കഴിയാതിരിക്കുക. ഞാൻ ആരോടാണേലും മുഖത്ത് നോക്കി എൻ്റെ കാര്യം പറയുന്നു. ചില പറയുന്നില്ല എന്നുള്ള വ്യത്യാസമുള്ളൂ, അകത്തത് പറയുന്നുണ്ട്. ഓക്കെ, വി ആർ സോ റിജിഡ് ആൻഡ് സെറ്റ്. നാം വളരെ ദൃഢമായി സെറ്റായിട്ടുള്ള ആളുകളാണ്. വഴിമാറി കൊടുക്കാൻ ബുദ്ധിമുട്ട്, വിനയപ്പെടാൻ ബുദ്ധിമുട്ട്. ഐ ആം സോറി. ഇത്രയും കാര്യം പറയാൻ എന്നെ ഇത്ര വലിയ പാട്, തെറ്റിപ്പോയി എന്ന് പറയാൻ ഇത്രയും വലിയ പാടെന്താണ്? തെറ്റല്ല എന്ന് തെളിയിക്കാനായിട്ട് രാത്രി മുഴുവൻ അത് ശരിയായില്ലേ, ഇതിങ്ങനെയല്ലേ ഞാൻ ചെയ്തുള്ളൂ, ഇതിങ്ങനെയല്ലേ ചെയ്തുള്ളൂ, രാത്രി മുഴുവൻ ഉറക്കളിച്ചിരുന്ന് തെറ്റില്ലായിരുന്നു തെളിയിക്കുക. കുഞ്ഞെ, തെറ്റിപ്പോയെന്നൊന്ന് സമ്മതിക്കാൻ ഇത്ര പാടെന്നാ? ദെയർ ഈസ് എ ബിഗ് ഐ, ഒരു വലിയ മഹാൻ. മാർട്ടിൻ ലൂഥർ പറഞ്ഞ പോലെ ആ നവോത്ഥാന സമയത്ത് ഏറ്റവും വലിയ എതിരാളികളായിരുന്നു പോപ്പും കർദിനാൾമാരും. ലൂഥർ പറഞ്ഞു, ഞാൻ ഏറ്റവും ഭയപ്പെടുത്തുന്നത് എൻ്റെ ഹൃദയത്തെ സംബന്ധിച്ചാണ്. I fear of my heart more than Pope and all the cardinals. ഈ പോപ്പിനേക്കാളും കർഡിനാൽമാരെക്കാളും ഞാൻ ഏറ്റവും ഭയപ്പെടുന്നത് എൻ്റെ ഹൃദയത്തെ സംബന്ധിച്ചാണ്. Because there is a greater Pope in my heart who is myself. എൻ്റെ ഹൃദയത്തിൽ ഇതിലും വലിയ കൊമ്പുള്ളൊരു പോപ്പുണ്ട്, എൻ്റെ സ്വയമാണ്. Praise the Lord. Hallelujah. കേട്ടോണ്ടിരിക്കുമ്പോൾ എന്തൊരു സ്തോത്രം സ്തുതിയാണ്. കാര്യങ്ങളോട് എടുക്കുമ്പോൾ നമുക്ക് എന്താ പറ്റുന്നത്? There is somebody who cannot yield. വിധേയപ്പെടുവാൻ കഴിയാത്ത ഒരാളുണ്ട്. ഈ വിധേയപ്പെടാൻ കഴിയാത്ത ആളോട് ചേർന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ സഫലമാക്കാൻ കഴിയത്തില്ല. ഈ പശ്ചാത്തലത്തിലാണ് നാം യാക്കോബിനെ കുറിച്ച് ചിന്തിക്കുന്നത്. യാക്കോബിൻ്റെ പ്രത്യേകത ഇതുപോലൊരു അമ്മമോനായിരുന്നു. സാരിത്തുമ്പലൊക്കെ പിടിച്ച് നടന്നിരുന്ന ഒരാളാണ്. ഇത് കുട്ടികളുടെ മാത്രം പ്രശ്നമല്ല, അമ്മയ്ക്ക് ഇതൊരു സന്തോഷമാണ്. അവൻ എന്നെ വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തേയില്ല, എപ്പോഴും എൻ്റെ അടുത്തേക്ക് കിടക്കും. ഇതൊന്നും ഒരു സന്തോഷമായിട്ട് എടുക്കരുത്, കൊച്ചിനെ സ്വതന്ത്രമാക്കണം. ഇങ്ങനെയൊക്കെ നാണംകുണിയൊക്കെ വീട്ടിൽ നിന്നു എന്ന് പറഞ്ഞാലും ഈ യാക്കോബ് പുറമേ കാണുന്ന ഒരാളല്ല. നമ്മൾ പറയത്തില്ല എത്ര പാവമാണെന്നറിയാമോ, എത്ര സച്ച് എ നൈസ് പേഴ്സൺ. ഒന്നവിടെ ഒരാളൊരിക്കൽ പറഞ്ഞു, ആൾ വളരെ സോഫ്റ്റാ, മാർബിള് പോലെ സോഫ്റ്റാണെന്ന് പറഞ്ഞു. തൊട്ടാ സോഫ്റ്റാ, അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നല്ല കാഠിന്യമാണ്. ഇതുപോലൊരു ആളായി ഈ യാക്കോബ്. കാരണം പിന്നെയുള്ള കാര്യങ്ങൾ അത് കാണിക്കുന്നുണ്ട്. എന്താ കാണിക്കുന്നത്? വലിയ അംബീഷ്യസ് ആയിരുന്നു, വലിയ പ്രതീക്ഷകൾ, ഭാവി പ്രതീക്ഷകൾ, അതിനുവേണ്ടി എന്തും ചെയ്യാനും കൂടെ മനസ്സുള്ളവനായിരുന്നു. ചേട്ടൻ്റെ ഒരു ബലഹീന നിമിഷത്തിൽ അവൻ്റെ കയ്യിലുള്ളത് വാങ്ങിക്കാനായിട്ടുള്ള പദ്ധതി, അപ്പന് കണ്ണു കാണാത്തപ്പോൾ അപ്പനെ പറ്റിക്കാനായിട്ടുള്ള വേറൊരു പദ്ധതി. വെരി ഷൂഡ്, കുശാഗ്രബുദ്ധിക്കാരൻ. ചിലരെ കുറിച്ച് പറയാറുണ്ട്, ആൾ വലിയ ഇൻ്റലിജൻ്റ് അല്ല എന്ന് പറഞ്ഞിട്ട്. വലിയ ബുദ്ധിയില്ല, അത്ര വലിയ മിടുക്കല്ല, കണക്കിനും തോറ്റു, സയൻസിന് കഷ്ടിച്ച് ജയിച്ചു, ഹിന്ദിക്ക് മാത്രം ഇച്ചിരൂടെ മാർക്കുണ്ടെന്നൊക്കെ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ എല്ലാവർക്കും കോമൺ ആയിട്ടൊരു കാര്യമുണ്ട്. എന്താ അത്? എല്ലാവരും അവരവരുടെ കാര്യത്തിൽ വളരെ ക്ലെവറാണ്, സമർത്ഥന്മാരാണ്. മാർക്ക് കുറവാണെങ്കിലും കാര്യം നേടാൻ എല്ലാവരും വലിയ മിടുക്കന്മാരാണ്. ഇതുപോലുള്ള ഒരാളാണ് യാക്കോബ്. യാക്കോബിനേക്കാളും 10 ഇരട്ടി ബിസിനസ് മൈൻഡുള്ള ആളാണ് അമ്മായിയപ്പൻ ലാബാൻ. പക്ഷേ
ലാബാൻ്റെ അടുത്ത് എന്നിട്ടും യാക്കോബ് ഓടി, ലാബാനും തോറ്റുപോയി. മുതലാളി ഒടുവിൽ തൊഴിലാളിയും, തൊഴിലാളി ഒടുവിൽ മുതലാളിയുമായി. ലാബാൻ്റെ കയ്യിലൊക്കെ ഒരു യാക്കോബിൻ്റെ കയ്യിൽ വന്നു. എക്സ്ട്രാ സ്മാർട്ട്. ഇങ്ങനെ മിടുക്കനായിരിക്കുന്ന ഒരു യാക്കോബ്. പക്ഷെ ദൈവത്തിന് യാക്കോബിനെ കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതിയിൽ, ആ പ്ലാനിൽ ഫിറ്റിൻ ചെയ്യിക്കാനായിട്ട് ഈ ഉപായിയെ കൊണ്ടത് കഴിയത്തില്ലായിരുന്നു. ഇന്നൊക്കെ പലർക്കും അവരുണ്ട്, പാടാൻ അറിയാമെങ്കിൽ ശുശ്രൂഷിക്കാം, പ്രസംഗിക്കാനും ഹല്ലേലൂയ അറിയിക്കാനും ദൈവത്തിൻ്റെ വിലയേറിയ ദാസന. അങ്ങനെയൊന്നും അല്ല ദൈവത്തിൻ്റെ വഴികൾ. God wants to work with you before he commits himself to you. നിന്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച് നിന്നെ ഒരുക്കി മാത്രമേ ദൈവത്തിൻ്റെ നാമം നിന്നെ ഫലമേൽപ്പിക്കുവാൻ കഴിയത്തുള്ളൂ. അതിൻ്റെ പ്രവൃത്തി ദൈവം യാക്കോബിൽ ചെയ്തു. ദൈവം അവനെ പുനർരൂപീകരിക്കുവാനായിട്ട് തുടങ്ങി, ട്രാൻസ്ഫോം ചെയ്യാൻ, രൂപാന്തരപ്പെടുത്തുവാനായിട്ട് തുടങ്ങി. അതെങ്ങനെയാ ചെയ്തത്? ത്രൂ ദ വർക്ക് ഓഫ് ഡിസിപ്ലിനിങ്. ശിക്ഷണത്തിൻ്റെ ഒരു വഴിയിലാണ് യാക്കോബിൽ അത് ചെയ്തത്. ഡിസിപ്ലിനിങ്, ഗോഡ്സ് ഡിസിപ്ലിനിങ്, ദൈവികമായിരിക്കുന്ന ശിക്ഷണം. എന്താ സംഭവിച്ചത്? യാക്കോബിൻ്റെ ജീവിതം എളുപ്പമുള്ളൊരു ജീവിതമായിരുന്നില്ല. ഹി ഹാഡ് എ ഡിഫിക്കൽട്ട് ലൈഫ്. ബുദ്ധിമുട്ടുള്ളൊരു ജീവിതമായിരുന്നു യാക്കോബിൻ്റെ ജീവിതം. അത് മാത്രമോ, യാക്കോബ് എവിടെ ചെന്നാലും യാക്കോബിൻ്റെ കൂടെ കൂടുന്ന ആള് യാക്കോബിന് പറ്റിയ ആള്. എവിടെ ചെന്നാലും പറ്റിയ ആള്. യാക്കോബിൻ്റെ ചേട്ടനായിരിക്കാൻ പറ്റുന്ന ആളാണ് കേട്ടോ. ആരും ഇങ്ങനെ ചിന്തിക്കരുത്, വേറെ വല്ല ഓഫീസിലായിരുന്നെങ്കിൽ, വേറൊരു സാഹചര്യത്തിലായിരുന്നെങ്കിൽ, വേറെ വല്ല സഭയിലുമായിരുന്നെങ്കിൽ കാര്യം എളുപ്പമായിരുന്നു എന്നാരും ചിന്തിക്കേണ്ട. നിന്റെ മേൽ ദൈവത്തിന് ദൃഷ്ടി ഉണ്ടെങ്കിൽ നിനക്ക് പറ്റുന്ന ആൾ എപ്പോഴും കൂടെ കാണും. അത് ഓഫീസിലാണെങ്കിലും സഭയിലാണെങ്കിലും എവിടാണെങ്കിലും കാണും. God loves you. Hallelujah. നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒരുപാട് സ്തുതിക്കാൻ നാം കാണും. ഇപ്പം കാര്യങ്ങൾ അറിഞ്ഞൊന്ന് സ്തുതിക്കാൻ പഠിക്കണമെന്നാണ് പറയുന്നത്. താങ്ക് ഗോഡ്. എനിക്ക് കിട്ടിയ കാര്യങ്ങൾക്ക് മാത്രമല്ല, എനിക്ക് നിഷേധിക്കപ്പെട്ട കാര്യങ്ങൾക്കും, എനിക്ക് അനുവദിച്ച എല്ലാ വ്യക്തികൾക്കും, ജീവിത സാഹചര്യങ്ങൾക്കും, എല്ലാറ്റിനും നന്ദി നാഥ. പ്രൈസ് ദി ലോർഡ്. ഈ യാക്കോബ് പറഞ്ഞല്ലോ ഭയങ്കര മിടുക്കനായിരുന്നു. ചിലരെ കുറിച്ച് പറയുമല്ലേ, എവിടെ ഇട്ടാലും 4 കാലം നിൽക്കുമെന്ന് പറയുന്ന ഒരു പാർട്ടിയായിരുന്നു. എവിടെ ചെന്നാലും വിജയമാണ്. ആദ്യത്തെ സ്കീം വിജയിച്ചു, ചേട്ടൻ്റെ അടുത്ത്, അപ്പൻ്റെ അടുത്ത് ആ സ്കീം വിജയിച്ചു. പക്ഷെ യാക്കോബ് പ്രശ്നമുണ്ടായിരുന്നു. വിജയമുണ്ടെങ്കിലും വിജയം അനുഭവിക്കാൻ മാത്രം പറ്റത്തില്ല. വിജയത്തോട് ചേർന്ന് ഈ പരാജയം വരും. ഇങ്ങനെ സാറിന് പറയാറുണ്ടല്ലോ, ഡോക്ടേഴ്സ് കേൾക്കേണ്ട, ഓപ്പറേഷൻ വാസ് സക്സസ്ഫുൾ ബട്ട് പേഷ്യൻ്റ് ഡൈഡ്. ഇങ്ങനെയാണ് കാര്യമൊക്കെ മിടവെടുക്കാനായിട്ടെല്ലാം നടക്കാം. പക്ഷെങ്കിൽ റിസൾട്ട് വരുമ്പോൾ തോക്കുക. അപ്പനെയും ചേട്ടനെയും ഒക്കെ പറ്റിച്ചെങ്കിലും പറ്റിച്ചതല്ലാതെ അന്നേരം ഓർത്ത് കൊള്ളാം വേഗം സ്ഥലം വിടേണ്ടി വന്നു. ലാബാന്റെ വീട്ടിൽ ചെന്ന് അല്പ സമയത്ത് മിടുക്കനായിട്ടും അല്ല അല്പം മടനായിട്ടും കഴിവില്ലാത്തവനായിട്ടും എന്തെങ്കിലും തന്നാൽ മതി, ഞാൻ നിങ്ങനെ സേവിച്ചോളാം, വളരെ താഴ്മയും വിനയൊക്കെ കാണിച്ച്. ആദ്യം എല്ലാവർക്കും ഒത്തിരി താഴ്മയും വിനയൊക്കെ ഉണ്ടല്ലോ, കുറേ കഴിയുമ്പോഴാണല്ലോ ഇത് പുറത്തു വരാൻ തുടങ്ങും. ഓക്കെ, ഇതെല്ലാം ഒന്ന് കാണിച്ച് കുറേ കഴിഞ്ഞുണ്ടേ ലാഭൻ അസെസർ ലയബിലിറ്റി നോക്കി, ബാലൻസ് ഷീറ്റ് നോക്കിയിട്ട് ചോർന്നു പോയിക്കൊണ്ടിരിക്കുക. മറിച്ച് നോക്കുന്നുണ്ടെ അവൻ ഒരു ആട് പോലും ഒന്നും ഇല്ലാതെ കാലിയായിട്ട് വന്നവൻ. ഇപ്പം നോക്കിക്കുക അവൻ്റെ കയ്യിൽ എന്താ ഉള്ളത്. ലാബാൻ്റെ ബിസിനസ് പൊളിയുക, യാക്കോബിൻ്റെ ബിസിനസ് ഇങ്ങനെ കയറി വരിക. പക്ഷെ അതൊക്കെ കുറേ കാലത്തേക്ക് സംഭവിച്ചെന്ന് പറഞ്ഞാലും എല്ലാം കിട്ടി, നേടി എന്നൊക്കെ ഉള്ളൊരു നേരിൽ ഭാര്യമാരും മക്കളും ഒക്കെ ആയി ഇനി ഒന്ന് സ്വസ്ഥമാകാമെന്ന് വിചാരിച്ച സമയത്താണ് അവിടുന്ന് ഓടിപ്പോകുന്നത്. ലാബാന്റെ മുഖം പഴയതുപോലെയല്ല. ഹി ഹാഡ് ടു റൺ. അവിടുന്ന് പോകണമായിരുന്നു. എന്ത് ഓടിപ്പോകുന്നല്ല, ആ യാക്കോബിന്റെ പിൻപാലെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ലാബാൻ ഓവർടേക്ക് ചെയ്ത് വന്നു. ഓക്കെ,
ലാബാൻ്റെ അടുത്തുനിന്ന് അവിടുന്ന് രക്ഷപ്പെട്ടു. വീണ്ടും അവിടെയും നേരെയൊന്നും അല്ല കാര്യങ്ങൾ പരിഹരിച്ചത്. അവിടെയും അത്യാവശ്യം അല്പം ഡ്രാമയൊക്കെ കളിക്കേണ്ടി വന്നു. അവിടെ നിന്ന് ഓടി. പക്ഷേ ഓടിച്ചെന്ന് എവിടോട്ടാണ് അടുത്തത്? ഏശാവിൻ്റെ മുമ്പിലേക്കാണ്. ഓപ്പറേഷൻ വാസ് സക്സസ്ഫുൾ, പേഷ്യൻ്റ് ഡൈഡ് എന്ന് പറയുന്ന കാര്യത്തിലേക്ക് വരികയാണ്. പക്ഷേ ഈ ഒരു കാലം കൊണ്ടൊരു കാര്യം പെതുക്കെ സംഭവിക്കുന്നുണ്ടായത്. സത്യസന്ധതയുണ്ടെങ്കിൽ, വിനയമുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിനെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, ദൈവബോധമുണ്ടെങ്കിൽ, നമ്മുടെ ഹൃദയത്തെ പെതുക്കെ വരുന്നൊരു കാര്യം നിശ്ചയമായി യാക്കോബിനുണ്ടായിരുന്നു. എന്താ? കുറെ കഴിഞ്ഞപ്പോൾ അവൻ്റെ ബലം ക്ഷയിക്കാൻ തുടങ്ങി. ആദ്യം മാറ്റമില്ലാതെ മിടുക്കനായി സമർത്ഥനായി നിന്ന, സോ കൺവിൻസിങ്, സോ ഇംപ്രസീവ്, എല്ലാവരെയും നേരെ ഇംപ്രസ് ചെയ്യാനും ബോധ്യപ്പെടുത്താനും കഴിയുന്ന ആൾ പെതുക്കെ മനസ്സിലായി ഇതുകൊണ്ട് മാത്രം കാര്യം നടക്കത്തില്ല. This doesn't work ultimately. ആത്യന്തികമായി ഫലം ഇതിൽ കാണുന്നില്ല. ബലം ക്ഷയിക്കുവാനായിട്ട് തുടങ്ങി, ശക്തി ചോരുവാനായിട്ട് തുടങ്ങി, തന്നിൽ തന്നെയുള്ള ആശ്രയം കുറയാനായിട്ട് തുടങ്ങി, തൻ്റെ കഴിവുകളിലുള്ള ആശ്രയം കുറയുവാനായിട്ട് തുടങ്ങി. God became a greater need in his life. അവൻ്റെ ജീവിതത്തിൽ ദൈവം കൂടുതൽ ഒരു ആവശ്യമായി വന്നു. ഓരോ പരാജയങ്ങളും, ഓരോ ദുഃഖങ്ങളും, ഓരോ തകർച്ചകളും അവൻ്റെ ഉള്ളിൽ what's happening, why am I failing? God, ദൈവത്തിങ്കിലേക്കുള്ള ഒരു അടുപ്പവും ആശ്രയമായിട്ട് വരാൻ തുടങ്ങി. ഫെയിലിയർ, പരാജയങ്ങൾ, അതെങ്ങനെയെങ്കിലും പരിഹരിച്ച് അടുത്ത് earlier the better. അവിടം വരെ പോകുന്നത് തീരാനായിട്ട് അവിടെ കാത്തിരിക്കരുത്. earlier the better. Seek your God earlier. കാര്യങ്ങൾ എത്രയും വഷളാകുന്നതിന് വരെ കാത്തിരിക്കരുത്. നിന്റെ ദൈവത്തെ വേഗത്തിൽ അന്വേഷിച്ചോണം. ഒടുവിൽ യാക്കോബ് ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നൊരു വലിയ പ്രശ്നത്തിലേക്ക് വന്നു. അത്രയും കാലം നേടിയത് മുഴുവൻ പെട്ടെന്ന് നഷ്ടപ്പെട്ട് തകരുന്ന ഒരു വലിയ തകർച്ചയുടെ നടുവിലേക്ക് യാക്കോബ് വന്നു. ഏതായാലും തകരും, എല്ലാം അവിടെ വിട്ടു, ദൈവസന്നിധിയിലേക്ക് വന്നു. ഐ കം എലോൺ, ഒറ്റയ്ക്ക് വന്നു. സമർത്ഥനായ ഞാൻ, അറിവുള്ളവനായ ഞാൻ, ഇംപ്രസ് ചെയ്യാൻ കഴിയുന്ന ഞാൻ, ഇത്രയും കഴിവുകളുള്ള ഞാൻ, God, I am zero without you. നിന്നെ കൂടാതെ ഞാൻ വട്ടപൂജ്യം മാത്രമാണ്. Bless me, എന്നെ അനുഗ്രഹിക്കണമേ. എനിക്ക് നേടാൻ, എനിക്ക് സാധിക്കുവാൻ, എനിക്ക് വിജയിക്കുവാൻ, എനിക്ക് ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ കഴിഞ്ഞാൽ ബ്ലെസ്സിങ് ഉണ്ടാകത്തില്ല. God. നാം വായിക്കുന്നത് ദൈവം അവൻ്റെ തുടയുള്ളിൽ തൊട്ടു. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. അവനെ ജയിക്കയില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവന്റെ തുടയുടെ തടം തൊട്ടു. ആകയാൽ അവനോട് മല്ല് പിടിക്കയിൽ യാക്കോബിന്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി. ഓക്കെ, നല്ല സ്മാർട്ടായിട്ട്, നല്ല ഇംപ്രസീവായിട്ട്, ചിലരുടെ നടപ്പൊക്കെ തന്നെ എത്ര ഇംപ്രസ് ചെയ്തല്ലേ നടക്കുന്നത്. അങ്ങനെ നടന്ന ആള് ഇനി വിചാരിച്ചാലും ഇംപ്രസ് ചെയ്യാൻ കഴിയത്തില്ല. നടപ്പിൽ എന്തുണ്ടായി? ഒരു ഉളുക്കുണ്ടായി. God's touch may not be always very pleasant. ദൈവത്തിൻ്റെ ചില തൊടിയിലുകൾ എപ്പോഴും അത്ര സുഖകരമായിരിക്കില്ല. Can be painful, വേദനാജനകമാകാം. But it's surely a blessing in your life. നിശ്ചയമായും നിന്റെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും. നീ ഓടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. താങ്ക് ഗോഡ്. എൻ്റെ ജീവിതത്തിലുള്ള ദൈവത്തിൻ്റെ തൊടിയിലുകൾക്കായി, ഉളുക്കുകൾക്കായി. ഐ വർഷിപ്പ് യു ഗോഡ്. ഞാൻ അങ്ങേ ആരാധിക്കുന്നു. ദൈവത്തെ മാത്രമല്ല, ദൈവത്തിൻ്റെ വഴികളെയും ആരാധിക്കുമാറ്. Everything that has made the man I am today. അങ്ങനെയുള്ള അനേക തൊടിയിലുകളാണ് ഇന്നത്തെ ഞാനായി എന്നെ ആക്കി തീർത്തത്. God can change your life. യാക്കോബിൻ്റെ ജീവിതത്തിൽ പതുക്കെ ബ്രേക്കിംഗ് തുടങ്ങിയത് അങ്ങനെയാണ്. ഉടയ്ക്കൽ,
ഉടച്ചു വാർക്കൽ. പല നിലയിൽ രൂഢമൂലമായിരിക്കുന്ന, ശക്തമായിരിക്കുന്ന, ആർക്കും വഴിമാറാത്ത, എപ്പോഴും എല്ലാത്തിനും തർക്കിക്കുന്ന, എല്ലാറ്റിലും നിന്റെ പക്ഷത്ത് തന്നെ നിൽക്കുന്ന, ന്യായം പറയുന്ന നിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുമ്പോൾ അവൻ്റെ സ്പർശനങ്ങളും അവൻ്റെ കാലച്ചിലുകളും തിരിച്ചറിയുന്നത് വലിയ ഭാഗ്യമാണ്. ആർക്കും വിധേയപ്പെടാൻ കഴിയാത്ത നിന്റെ വലിയ ഈഗോ, ആ വലിയ അഹം, ജീവിതത്തിൻ്റെ പല കാര്യങ്ങളിൽ കൂടി ദൈവം നിന്നെ കൊണ്ടുവരുന്നത് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്ന ശേഷം I humble and submit. ദൈവമേ, ഞാൻ എന്നെ വിനയപ്പെടുത്തുന്നു, എന്നെ താഴ്ത്തുന്നു. Praise the Lord. ആ സ്മാർട്ട് മാൻ, ആ സമർത്ഥനായ മനുഷ്യനല്ല ദൈവസന്നിധിയിൽ നിന്ന് വരുന്നത്. നാം പിന്നീട് വായിക്കുന്നുണ്ട്, അവൻ മുടന്തി നടന്നു എന്നാണ് നാം വായിക്കുന്നത്. He walked limping. ഒരു മുടന്തി നടന്നു. പക്ഷേ ആ മുടന്തോടുകൂടി ഒരു കാര്യം കൂടി ഉണ്ടായി. അവൻ്റെ പേര് മാറി. ഇസ്രായേൽ, ദൈവത്തിൻ്റെ പ്രഭു. അനുഗ്രഹം പ്രാപിച്ചു. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. പിതാവായ ദൈവത്തിൻ്റെ നമ്മെ പുറപ്പെടുവിക്കുന്നത്, നമുക്ക് പദ്ധതി ഒരുക്കിയിരിക്കുന്ന, നമ്മുടെ അന്തരംഗത്ത് ചലിക്കുന്നതുമായിട്ടുള്ള ദൈവത്തിൻ്റെ കൃപയും യേശുക്രിസ്തുവിലെ മഹിമാധനവും രണ്ടും ചേർന്ന് കഴിഞ്ഞാലും വേറൊരു കാര്യം കൂടി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനായിട്ടുണ്ട്. ഗോഡ് വാണ്ട്സ് ടു ബ്രേക്ക് അവർ സ്ട്രോങ് പേഴ്സൺ. നമ്മുടെ ഈ ശക്തനായിരിക്കുന്ന വ്യക്തിയെ ദൈവത്തിന് ഉടയ്ക്കണം. അവൻ്റെ കയ്യിൽ അവന് പോവുക എന്ന് പറയുമ്പോഴും, വരിക എന്ന് പറയുമ്പോഴും, ചെയ്യുക എന്ന് പറയുമ്പോഴും, നിശബ്ദനാകുക എന്ന് പറയുമ്പോഴും, പറയുക എന്ന് പറയുമ്പോഴും എപ്പോഴും റെഡിനെസ്, ഒരുക്കമുണ്ടാകത്തക്കവണ്ണം ദൈവത്തിൻ്റെ കരങ്ങളിൽ വീൽഡിയാകണം, മെരുങ്ങപ്പെട്ട് കിട്ടണം. പ്രൈസ് ലോർഡ്. ഒരു നല്ല അപ്പൻ ഒരു ജനയിതാവ് മാത്രമല്ല, പ്രൊവൈഡറാണ്, നൽകുന്നവനാണ്. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ധാരാളമായിട്ട് നൽകുന്നവനാണ്. എന്നാൽ ആ നൽകുന്ന അപ്പൻ ചോദിക്കുന്നതെല്ലാം മുഴുവൻ കൊടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ ആ കുഞ്ഞിനെ സ്പോയിൽ ചെയ്യും. പെർമിസീവ് പാരന്റിങ്, സ്പോയിൽ ചെയ്യും, നഷ്ടപ്പെടുത്തും. നിർബന്ധക്കാരനായി കുഞ്ഞ് ചേരും. അവൻ നല്ലൊരു പിതാവ് പിന്നെ എന്താ ചെയ്യുന്നത്? അതിനോട് ചേർന്നൊരു കാര്യം കൂടെ ചെയ്യും. വിൽ ബി upbringing the child. കുട്ടിയെ വളർത്തുന്നവനായിരിക്കും. അപ്ബ്രിങ്ങിങ്, വളർത്തുക. ദൈവമക്കളെ, നമുക്ക് യേശുക്രിസ്തുവിലെ ഈ ധനം നിറഞ്ഞ കൃപയോട് ചേർന്ന് ഒരു അപ്ബ്രിങ്ങിങ് ഗ്രേസ് ആവശ്യമാണ്. നമ്മളെ വളർത്തിയെടുക്കുന്ന കൃപ ആവശ്യമാണ്. ഹല്ലേലൂയ. അതിനായി പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത് ദൈവഹിതത്തിൽ നമ്മെ അച്ചടക്കത്തിൽ, ശിക്ഷണത്തിൽ നടത്തി, നമ്മെ നുറുക്കി തൻ്റെ പദ്ധതികളിലേക്ക് നമ്മെ കൊണ്ടുവന്ന് യേശുക്രിസ്തുവുള്ളത് നമ്മളിൽ മുഴുവനായി നൽകി, നമ്മെ ഉടച്ച് വാർത്ത് യേശുക്രിസ്തുവിന്റെ മഹിമാധനത്തിൽ നമ്മെ നിറച്ച്, പ്രൈസ് ദി ലോർഡ്, തൻ്റെ പദ്ധതികൾ നമ്മളെ കൊണ്ടുപോയി തൻ്റെ നാമം നമ്മെ ഫലമേൽപ്പിച്ച് അവൻ്റെ മഹത്വം വിളംബരം ചെയ്യുവാൻ അധികാരമുള്ളവരായി, അഭിഷേകമുള്ളവരായി ഈ തലമുറയിൽ ദൈവത്തെ സേവിക്കുവാനും അവൻ്റെ പദ്ധതികളുമായിട്ട് നാം മുമ്പോട്ട് പോകേണ്ടതിനും, പ്രൈസ് ദി ലോർഡ്, ദൈവനാമം മഹത്വപ്പെടേണ്ടതിനും, അത് മറ്റുള്ളവർ അറിയാനായിട്ടിടയായി തീരും. നമ്മുടെ ജീവിതം എല്ലാ നിലയിലും അനുഗ്രഹിച്ച് നാം ദൈവത്തെ സേവിക്കുന്നവരാക്കി തീരും. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു ഉടക്കൽ വാർക്കലിൻ്റെ പ്രവൃത്തിയിൽ ദൈവത്തോടു കൂടി ആയിരിക്കുക. ഓർക്കാപ്പുറത്ത് സംഭവങ്ങൾ വരുമ്പോൾ അന്താളിച്ചു പോകേണ്ട കാര്യമില്ല. നിന്റെ പേര്
തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ, നിന്റെ ന്യായം മറിഞ്ഞു പോകുമ്പോൾ, നിന്നെ ആളുകൾ മനസ്സിലാകാതിരിക്കുമ്പോൾ, തെറ്റിദ്ധരിക്കുമ്പോൾ, ഇതിൻ്റെ എല്ലാം നടുവിൽ നിശബ്ദനായിരിക്കാൻ പഠിക്കുക. ദൈവത്തെ ശ്രദ്ധിക്കുക. അവൻ്റെ കരങ്ങളിൽ നിന്നെ തന്നെ വിധേയപ്പെടുത്തുക. അവൻ്റെ പ്രവർത്തിക്കുക. അവൻ്റെ കരചലനങ്ങൾക്ക് നിന്നെ തന്നെ ഭരമേൽപ്പിക്കുക. ആ ചലനങ്ങളെല്ലാം നിന്റെ ജീവിതത്തിലെ മനോഹര നിമിഷങ്ങളാക്കി തീരുകയും മുമ്പോട്ട് അനുഗ്രഹത്തിൻ്റെ ഒരു വ്യക്തിയായി തീർന്ന ശേഷം man of the spirit, ആത്മാവിന്റെ മനുഷ്യൻ, ആത്മനിറവിന്റെ മനുഷ്യൻ, ദൈവിക പദ്ധതിയിൽ ദൈവത്തെ സേവിക്കുന്ന മനുഷ്യൻ, a servant of God, ദൈവത്തിന്റെ ദാസൻ. Praise the Lord. ഈ നിലയിലുള്ള ഒരു ദൈവിക പ്രവൃത്തിക്കായി ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.